Hi students, welcome to SJTutorialsLive. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ HTML4ന്റെ കംപ്ലീറ്റ് കോഴ്സുകൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് HTML4ൽ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ഇനി നമ്മൾ അതിനുശേഷം നമ്മൾ HTML5ന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇനി നമ്മൾ HTML5ലേക്ക് കടക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിനാദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് ഡോക്ക് ടൈപ്പ് എന്താണെന്നുള്ളതാണ്. ഡോക്ക് ടൈപ്പ് എക്സാമിന് സാധാരണ 2-4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഡോക്ക് ടൈപ്പ് ഇൻ HTML5? HTML5ലെ ഡോക്ക് ടൈപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. ഈ ഡോക്ക് ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് DTD ഡോക്യുമെൻറ്റ് ടൈപ്പ് ഡെഫിനിഷൻ, അതായത് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് HTML5 ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഡോക്ക് ടൈപ്പ് എന്നുള്ളത്. അതായത് HTML ടാഗുകൾ നമ്മൾ പലതും പഠിച്ചു. HTML ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ HTML എന്ന് പറഞ്ഞ ടാഗ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞ്. അപ്പോൾ അതുപോലെ HTML ടാഗ് HTML5 ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡോക്ക് ടൈപ്പ് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് HTML5ൻ്റെ ഒരു കമ്പോണൻ്റാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് കോഡിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ HTML ഡോക്ക് ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. അതിൻ്റെ സിൻടാക്സ് ലെസ് ദാൻ എക്സ്ക്ലമേറ്ററി ഡോക്യുമെൻറ്റ് ടൈപ്പ് ദെൻ HTML ഗ്രേറ്റർ ദാൻ, ഇങ്ങനെയാണ് അത് കൊടുക്കൽ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. HTML5 ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ലെസ് ദാൻ എക്സ്ക്ലമേറ്ററി ഡോക്ക് ടൈപ്പ് HTML എന്നുള്ള ഈ ഒരു സിൻടാക്സ്. ഇത് കൊടുത്തില്ലെങ്കിലും ശരിക്കും മനസ്സിലാക്കുക, HTML5ൽ കോഡുകൾ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ കഴിയും. പക്ഷേ ഇത് അതിൻ്റെ ഒരു സിൻടാക്സ് ആണ്, അതിൻ്റെ ഒരു മെത്തേഡാണ് ഇങ്ങനെ കൊടുത്ത് വർക്ക് ചെയ്യിക്കുക എന്നുള്ളത്. ആ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് HTML5ൻ്റെ കോഡിംഗ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പറഞ്ഞത് ഈ ഡോക്ക് ടൈപ്പിനെ കുറിച്ചാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ക്യാരക്ടർ ടൈപ്പ് എൻകോഡിംഗ് എന്താണെന്നുള്ളത്. ക്യാരക്ടർ ടൈപ്പ് എൻകോഡിംഗ്, അതായത് ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാനുള്ള എൻകോഡിംഗ് സ്റ്റൈലുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ക്യാരക്ടർ ടൈപ്പ് എൻകോഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് മീറ്റ എന്ന് പറയും. മീറ്റ ഓർ മീറ്റ ക്യാരക്ടർ സെറ്റ് ഈക്വൽ ടു UTF, ഇങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് വരുന്നത്. ഒരു ടാഗിൻ്റെ ഉള്ളിൽ മീറ്റ ക്യാരക്ടർ സെറ്റ് ഈക്വൽ ടു UTF-8. UTF-8 എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണ്ടിൻ്റെ ഒരു സ്റ്റൈലാണ് UTF-8. നമുക്കറിയാം ഫോണ്ടിൻ്റെ യൂണിവേഴ്സൽ ഫോണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് UTF-8 ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഡോക്ക് ടൈപ്പ് HTML എന്ന് പറഞ്ഞ ഒരു ടാഗും, രണ്ടാമത്തെ ഒരു ടാഗ് എന്നുള്ളത് മീറ്റ എന്ന് പറയുന്ന ടാഗും. ഫസ്റ്റ് ടാഗ് ഡോക്ക് ടൈപ്പ്, സെക്കൻഡ് വണ് മീറ്റ. ഈ മീറ്റ എന്നുള്ളത് മനസ്സിലാക്കുക. മീറ്റ എന്നുള്ളത് എന്തിനാണുള്ളതാണ്? ഫോണ്ടുകൾ സപ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മീറ്റ എന്നുള്ളത്. ഇതൊക്കെ ഓൾറെഡി കൊടുത്തില്ലെങ്കിൽ HTML5 സപ്പോർട്ടാകും. പക്ഷേ ഇത് അതിൻ്റെ ഒരു സിൻടാക്സ് ആണ്. ഇതെങ്ങനെയാണ് ഇനി കോഡ് എഴുതുക എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ പിന്നെ HTML5ൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് നമുക്കറിയാം, ഡിഫറൻറ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ VB സ്ക്രിപ്റ്റ്, ജാവാ സ്ക്രിപ്റ്റ് മുതലായ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ നമ്മുടെ HTML5ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നത്. അതിനെങ്ങനെയാണ് അതിൻ്റെ കോഡ് കൊടുക്കുക? സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഓർ ജാവാ സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ എന്ത് കൊടുക്കുക? ടെക്സ്റ്റ് ഓർ ജാവാ സ്ക്രിപ്റ്റ്. സ്ലാഷ് ഇട്ടിട്ട് എന്ത് ചെയ്യുക? ജാവാ സ്ക്രിപ്റ്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് ജാവാ സ്ക്രിപ്റ്റിൻ്റെ സോഴ്സ് ഫയൽ എവിടെയാണെന്നുള്ളത് നമുക്കിത് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ കഴിയും. src ഈക്വൽ ടു 1.js. 1 എന്നുള്ളത് ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഫയലിൻ്റെ പേരാണ്. അപ്പോൾ ഇത് എക്സ്റ്റേണലി ഒരു ജാവാ സ്ക്രിപ്റ്റ് ഫയൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ HTML5ലേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു കോഡ് ഉപയോഗിക്കുന്നത്. മനസ്സിലാക്കുക, ഇവിടെ ഈ 1 എന്ന് പറയുന്നത് എന്താണ്? ജാവാ സ്ക്രിപ്റ്റിൻ്റെ റെഡിമെയ്ഡ് ഫയലാണ്. നമ്മൾ കോഡ് എഴുതി വെച്ച ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഫയലാണ്. അതിൻ്റെ എക്സ്റ്റൻഷനാണ് JS എന്നുള്ളത്. ജാവാ സ്ക്രിപ്റ്റിൻ്റെ എക്സ്റ്റൻഷനായി ഉപയോഗിക്കുന്നതാണ് JS എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അതല്ല എന്നുണ്ടെങ്കിൽ, ഇതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും സിൻടാക്സ് ഉപയോഗിക്കാം. അതിന് ഉപയോഗിക്കുന്നതാണ് എന്ത്? അതിന് ഉപയോഗിക്കുന്ന ടാഗാണ് സ്ക്രിപ്റ്റ്. ഡയറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം src ഈക്വൽ ടു 1.js. 1 എന്നുള്ളത് ഫയലിൻ്റെ പേരാണ്. JS എന്നുള്ളത് ജാവാ സ്ക്രിപ്റ്റിൻ്റെ എക്സ്റ്റൻഷനാണ്. ഓക്കെ, ദെൻ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ നമ്മൾ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കൊടുത്ത ജാവാ സ്ക്രിപ്റ്റ് ഫയലുകൾ നമ്മുടെ HTML5ലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ കോഡുകൾ ഇമ്പോർട്ട് ചെയ്യാനാണ് ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ബാക്കി ടാഗുകളുണ്ട്, അതുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇനി HTML5ൽ ഉപയോഗിക്കുന്ന മറ്റൊരു ടാഗാണ് ലിങ്ക് ടാഗ് എന്ന് പറയുന്നത്. ലിങ്ക് ടാഗ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൈൽ ഷീറ്റുകളെല്ലാം HTML5ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞത് ജാവാ സ്ക്രിപ്റ്റ് VB സ്ക്രിപ്റ്റ് കോഡുകൾ HTML5ലേക്ക് കൊണ്ടുവരാനുള്ള ടാഗാണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ലിങ്കുകൾ എങ്ങനെയാണ് ഒരു HTML5ലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ഉപയോഗിക്കുന്ന ടാഗാണ് ലിങ്ക് ടാഗ് എന്ന് പറയും. ഈ ലിങ്ക് REL ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുക്കേണ്ടത്. ലിങ്ക് REL ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്. ദെൻ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഓർ CSS. ടെക്സ്റ്റ് ഫയലാണോ CSS ഫയലാണോ എന്നുള്ളത് കൊടുക്കുക. ടെക്സ്റ്റ് സ്ലാഷ് ഇട്ടിട്ട് എന്ത് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് CSS എന്ന് കൊടുക്കുക. എന്നിട്ട് href ഈക്വൽ ടു സ്റ്റൈൽ ഡോട്ട് CSS. CSSൻ്റെ കോഡ് എഴുതിയ CSS എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. CSSൻ്റെ കോഡ് എഴുതിയ ഒരു ഫയൽ
എക്സ്റ്റേണലി ഉണ്ടാവും. അത് നമ്മുടെ ഈ HTML ഫയലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് ഉപയോഗിക്കുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, പുറത്തൊരു CSS ഫയൽ കംപ്ലീറ്റ് ആയിട്ട് കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ HTML5ലേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു കോഡ് കൊടുക്കുന്നത്, അത് ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവിടെ എന്താണോ കോഡ് ചെയ്തിട്ടുള്ളത് ആ HTML5ൻ്റെ കോഡ് കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ HTML5 കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ലിങ്ക് rel ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് ഡബിൾ കോഡ്സിൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുക്കുക. ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഓർ CSS, ഫയൽ എന്താണ് ടെക്സ്റ്റ് ഫയൽ ഓർ CSS. href ഈക്വൽ ടു href നമ്മൾ പഠിച്ചതാണ്, ഹൈപ്പർ റെഫറൻസ് എ ടാഗ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. 4 ടൈപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. href ഈക്വൽ ടു സ്റ്റൈൽ ഡോട്ട് CSS. അപ്പോൾ സ്റ്റൈൽ ഡോട്ട് CSS എന്ന് പറഞ്ഞ ഒരു ഫയലിന് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു HTML5ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് എഴുതിയിട്ടുള്ളത്. ഈ പേര് എന്ത് ചെയ്യുക, സ്റ്റൈൽ എന്നുള്ള പേര് നമുക്ക് എന്ത് ചെയ്യുക, എന്തും കൊടുക്കാം. 1.css എന്നോ 2.css എന്നോ ഏത് പേരും ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുക്കേണ്ട എന്താണ്, rel ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഓർ CSS. ഇനി ഈ ഒരു ഫോമിനെ ഷോർട്ടാക്കിയതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓർ നമുക്ക് എങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ലിങ്ക് rel ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്, href ഈക്വൽ ടു സ്റ്റൈൽ ഡോട്ട് CSS. ഈ സ്റ്റൈൽ ഡോട്ട് CSSന് പകരം നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ 1.css എന്ന് കൊടുക്കുക. അതാണ് നമ്മുടെ ഫയലിൻ്റെ പേര്, അതാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു CSS ഫയലുകൾ നമ്മുടെ HTML5ലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യവും മനസ്സിലാക്കുക. ഇനി നമുക്ക് ഏതൊക്കെയാണ് മെയിനായിട്ട് HTML5 ഉപയോഗിക്കുന്ന ടാഗുകൾ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ടത് ഈ ടാഗുകളെ കുറിച്ചാണ്. ഓക്കെ, HTML5നെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടാഗുകളാണ് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രോഗ്രാമിംഗ് എങ്ങനെയൊക്കെ വരും എന്നുള്ളത് ഞാൻ പിന്നീട് പറയും. ഇതിപ്പോൾ ഞാനൊരു അതിൻ്റെ നോട്ട്സ് ആക്കിയിട്ടാണ് പറയുന്നത്. മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് സെക്ഷൻ, ഫസ്റ്റിലെ ടാഗാണ് സെക്ഷൻ. സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സെക്ഷൻസ്, നമുക്കറിയാം വെബ് പേജിൽ പല സെക്ഷനുകളായിട്ടുണ്ടാവും. ഇങ്ങനെ മെയിനായിട്ട് ഇവിടെ ടോപ്പിലൊരു സെക്ഷൻ, പിന്നെ ഇവിടെ ഒരു സെക്ഷൻ, സൈഡിൽ വേറെ സെക്ഷൻസ്. ഇങ്ങനെ ഒരു പേജിൻ്റെ ഡിഫറൻറ്റ് സെക്ഷൻ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ HTML4 അത് പഠിച്ചിരുന്നത് ഡിവ് ടാഗ് എന്ന് വെച്ചിട്ടാണ്, ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഒരു പർപ്പസ് തന്നെയാണ് സെക്ഷൻ വരുന്നത്. ഒന്നുകൂടിയും 3D ലുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ദെൻ ആർട്ടിക്കിൾ ആണ് നെക്സ്റ്റ് സെക്ഷൻ എന്നുള്ളത്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ബ്ലോഗ്, ന്യൂസ് പേപ്പർ ഇങ്ങനത്തെയുള്ള കണ്ടന്റുകളെല്ലാം നമ്മുടെ HTML5ലേക്ക് കൊണ്ടുവരാനും അതിനൊരു സെക്ഷൻ ആക്കിയിട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നത്. ദെൻ അസൈഡ് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നത് റിലേറ്റഡ് പേജ് കണ്ടന്റ്. ഈ നമ്മൾ എന്താണ് നമ്മുടെ വെബ് പേജ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ സെക്ഷൻ അല്ലാത്ത ബാക്കിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാനാണ് ഈ അസൈഡ് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നത്. ഇതെന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മാത്രം ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഹെഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വെബ് പേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വെബ് പേജിൻ്റെ ടോപ്പിൽ ഇവിടെയാണ് ഹെഡ് സെക്ഷൻ. നമ്മൾ കോൺടാക്ട്സ്, ഹോം അങ്ങനത്തെ കണ്ടന്റ് എല്ലാം കൊടുക്കുന്ന ഈ ഹെഡ്, ഈ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹെഡർ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഉപയോഗിക്കുന്നത്, ഈ ഒരു ടാഗ് ഉപയോഗിക്കുന്നത്. ദെൻ ഫൂട്ടർ എന്ന് പറയുന്ന ടാഗ് നേരെ ഈ താഴെ ഭാഗത്ത് നമുക്ക് കാണാം. ഈ ഇതേ മുകളിലുള്ള അതേ കണ്ടന്റ് ചില ഭാഗങ്ങൾ കോൺടാക്ട്സ്, എബൌട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ് ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ താഴെ പോസ്റ്റിൽ കൊടുക്കും. അപ്പോൾ ആ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൂട്ടർ എന്ന് പറയുന്ന സെക്ഷൻ കൊടുക്കുന്നത്. ദെൻ നേവ് എന്ന് പറഞ്ഞാൽ നാവിഗേഷൻ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെല്ലാമാണ് ഇത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ ഇത്ര ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. ദെൻ ഡയലോഗ് എന്ന് പറയുന്നത് മാർക്കപ്പ് കോൺവെർസേഷനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡയലോഗ് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നത്. ഫിഗർ ടാഗ് ഉപയോഗിക്കുന്നത് നമുക്ക് ഗ്രാഫിക്സ്, വീഡിയോ, ഓഡിയോ ഇതെല്ലാം നമ്മുടെ HTML5ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള ടാഗുകളാണ് ഇതിൽ HTML5 ഉപയോഗിക്കുന്നത്. ഇത് ഓരോന്നും എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ.